അല്ല ഗോപാലേട്ടൻ ഇവിടെ ഇല്ലാണ്ട് പുറത്തു പോയിരിക്കണു. ഗോപാലേട്ടൻ ഒന്ന് വരാൻ പറഞ്ഞില്ലേ? അതെയോ? ഒന്ന് കേറിയിരിക്കൂ. ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ, വരണ വഴിക്കൊന്നും കണ്ടില്ലേ? ഇല്ല, നമ്മള് കണ്ടില്ല. അതെ, ഇപ്പൊ വരുവോ? ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. പിന്നെ ബ്രോക്കർ ഉസ്മാൻ വന്നിട്ട് പറഞ്ഞാൽ. ശരി. പേപ്പർ വായിക്കാറില്ലെങ്കിലും വെറുതെ കൈ പിടിച്ചിരിക്കാം, ഒരു കേമായിക്കോട്ടെ. ഈ പാഹന്മാർക്ക് ഇതൊക്കെ ഒരു കളർ പൊട്ടായിട്ട് അടിച്ചൂടെ? ആണാണെങ്കിലും ഒരു ചേലുണ്ടാവൂല. അത് ഇന്നത്തെ പേപ്പറൊന്നും അല്ല കേട്ടോ, പഴയത് ഇവിടെ കിടക്കണതാ. നമ്മക്കിപ്പോ ഇന്നത്തെ പേപ്പറൊന്നുമില്ല, ഏത് കിട്ടിയാലും നമ്മള് വായിക്കും. പിന്നെ എന്തിനാ നമ്മൾ അതിനൊക്കെ ഭാഷ പിടിക്കുന്നത്? അല്ല എന്തായി, എന്താ മുമ്പിൽ പറഞ്ഞേ? ഇരിക്കാൻ പറഞ്ഞു, ഇപ്പൊ വരും. അത് ശരി. നിങ്ങളിപ്പോ അമ്മ ഇരിക്കുമല്ലേ? അല്ല, ഞാൻ ഭാര്യയാണേ. ഭാര്യ? നിങ്ങളോ? അപ്പൊ കെട്ടിക്കണ? ഗോപാലേട്ടൻ പറഞ്ഞു മൂപ്പരെ മോനിക്കൊരു പെണ്ണിനെ നോക്കണം പറഞ്ഞിട്ടാണല്ലോ നമ്മള് വന്നത്. അതിന്റെ മകനാണ് ഞാൻ, ഗോപാലേട്ടന്റെ ഭാര്യയാണേ. അതല്ലേ നമ്മള് ചോദിച്ചത്, നിങ്ങള് ചെക്കന്റെ അമ്മയാണോന്ന്. കൺഫ്യൂഷൻ അല്ല, ഓനിപ്പോ എന്താ ചെയ്യണ് ചെക്കനെ? അവൻ ഗൾഫിലാണേ, നല്ലൊരു കമ്പനിയിലാണ് ജോലി. ഗൾഫിലാണ്. ഗൾഫാർക്കൊന്നും ഇപ്പൊ പഴയ പോലെ മാർക്കറ്റ് ഇല്ല. അല്ല, ഇപ്പോഴൊക്കെ പോക്ക് അങ്ങനെയാണേ. ഒന്നും പറയണ്ട ഉസ്മാനെ, നടന്നു വലഞ്ഞു, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. അവനിപ്പോ 10-28 വയസ്സുമായി. ഇനി വൈകിയ അതിലേറെ ബുദ്ധിമുട്ടാവും. നമ്മള് സത്യം പറഞ്ഞാലേ നിങ്ങളുടെ ആൾക്കാരുടെ കേസ് എടുക്കലേ ഇല്ല. കാലം നടക്കില്ല, വെറുതെ നടന്ന് സമയം കളയാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. എല്ലാവർക്കും ഗവൺമെന്റ് ജോലിക്കാർ വേണം. ഇതിന് മാത്രം ഗവൺമെന്റ് ജോലിക്കാർ എവിടെ ഇരിക്കുന്നത്? അവനിപ്പോ ഗൾഫിലാണെങ്കിൽ നല്ല ജോലിയാണ്, മര്യാദ ശമ്പളവും ഉണ്ട്, പിന്നെ യാതൊരു ദുശീലങ്ങളും ഇല്ല. ലേസവും ദുശീലം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ആൾക്കാർക്ക് ഇപ്പൊ ഗവൺമെന്റ് ജോലിക്കാരെ കൊണ്ടുള്ളൂ, വേറെ ഒന്നും വേണ്ട. അതിപ്പോഴേ നമ്മളിപ്പോ നമ്മുടെ അനുഭവം നിങ്ങളോട് പറഞ്ഞുതരാം. ഈ കടവത്ത് ഭാഗത്ത് നല്ലൊരു കുട്ടിയാണ്, അത് നിങ്ങളുടെ ആൾക്കാരാ. അപ്പൊ നമ്മൾ അങ്ങോട്ട് നല്ല നല്ല ആലോചനയോട് കുറെ കൊണ്ടേ ഓലക്ക് ഒന്നും പിടിക്കൂല. ഓലക്ക് ഇത് ഗവൺമെന്റ് ജോലിക്കാരെന്നെ വേണം. എത്ര നല്ല നല്ല കേസുകൾ കൊണ്ടുപോയി അറിയോ? അതൊന്നും പറ്റൂല. അവസാനം നമ്മളത് വിട്ട് പിന്നെ പറഞ്ഞിട്ട് ഏതോ കല്യാണം ശരിയായി, കല്യാണം കഴിഞ്ഞിരിക്കണ്, ഗവൺമെന്റ് ജോലിക്കാരോ കല്യാണം കഴിഞ്ഞിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നാളെ ദിവസം ഞാന് കുട്ടിനെയും അവളെ കെട്ടിനെയും കൂടി കണ്ട്. എന്താ പെൺകുട്ടി ആ ചെക്കനും കൂട്ടിട്ട് ഒരു യോജിപ്പില്ല. അതൊരു കറക്കിട്ട് ഇത്ര പള്ളൊക്കെ ആയിട്ട് മനസ്സിലായി. ഇന്നപ്പോ അടുത്ത് പറഞ്ഞിട്ട് ഓഫീസില് കള്ളുടിച്ച് വന്നിട്ട് എന്താ തല്ലും പിടി ഉണ്ടാക്കിന്ന് പറഞ്ഞത് സസ്പെൻഷോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ ജീവിതം ആകെ നാശായി. ഇതാണ് ഗവൺമെന്റ് ജോലി അന്വേഷിച്ചിരിക്കണതിന്റെ രീതി. ഇപ്പൊ വേറെ ചില ആൾക്കാരുണ്ട് കേട്ടോ, ഓല ആർക്കും ഇതുപോലെ കെട്ടിച്ചു കൊടുക്കൂല. അവരെ അങ്ങനെ വെക്കും. അങ്ങനെ വെച്ചിരുന്നിരുന്ന് കുട്ടികൾ ലാസ്റ്റ് ഈ കുട്ടികൾ ഏതെങ്കിലും ബ്രീക്കന്റെ ഒപ്പം ഒളിച്ചോ. ഇരക്കന്മാരായില്ലേ ആ ബൈക്ക് ബാക്കിലാ ഉയർന്ന ബൈക്കൊക്കെ ആയിട്ടുള്ള എല്ലാ ചക്കന്മാരും വല്ല കൂട്ടുകാരും വാങ്ങിയിട്ട് വരണാവുമ്പര് അതൊന്നും ഈ കുട്ടികൾ നോക്കില്ല. അവസാനം ഈ ബ്രീക്കന്റെ ഒപ്പം ഓല ഒളിച്ചോവും. അവസാനം അവിടെ ചെന്ന് തിന്നാനും കുടിക്കാനും ഉണ്ടാവില്ല. അവരുടെ ജീവിതം നഷ്ടത്തിലാവും. എന്നാലും ഗവൺമെന്റ് ജോലിക്കാർക്കല്ലാണ്ട് ഇവരാരും കെട്ടിച്ചു കൊടുക്കൂല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതൊക്കെ ശരിയാ ഉസ്മാനെ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കണതല്ലേ. നമുക്കിപ്പോ വലിയ സ്വത്തും മുതലുള്ളവർക്കൊന്നും വേണ്ട, തരക്കേടില്ലാത്ത അവന്റെ ഒപ്പം കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായാൽ മതി. പിന്നെ ഞമ്മക്കിപ്പോ എന്താ വെച്ചാലേ ഈ പേരപ്പ ഇങ്ങനത്തെ ഒരു പേരൊക്കെ ഒരു പഴയ പേരൊക്കെ ആയതുകൊണ്ടേ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണേ. വീട് പണി നടക്കുന്നുണ്ട് ഉസ്മാനെ, വീടൊക്കെ കയറ്റേണ്ട അവൻ തന്നെയാണ്. പൈസക്കൊന്നും ഒരു കുറവുമില്ല, പക്ഷെ ഗവൺമെന്റ് ജോലിയില്ലാന്ന് മാത്രം. പിന്നെ തറവാട് ഭാഗത്തിന് ഞങ്ങൾക്ക് ഇതാ കിട്ടിയതേ, അപ്പൊ പിന്നെ ഇവിടെ കൂടിയെന്നേ ഉള്ളൂ. നമുക്ക് നോക്കാനേ പോവാനായിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ അടുത്ത് ഒരു 2-3 കുട്ടികളുടെ ഫോട്ടോ ഉണ്ട്. നിങ്ങളത് നോക്കി നോക്കി, നമുക്കിപ്പോ ഏതായാലും പറ്റി വെച്ചിങ് ഒന്ന് ശ്രമിച്ചു നോക്കാലോ. നോക്കി നോക്കി കാണി, ഒന്നുണ്ടാകും. അത് നോക്കി കാണി. ഇത് പറ്റിക്കണം. ഇതെങ്ങനെയുണ്ട്?
തിരക്കേടില്ല കേട്ടോ. അതൊന്ന് നോക്കിയാലോ. ഓലിക്കും ഡിമാൻഡ് ഒക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഉസ്മാൻ എങ്ങനെയെങ്കിലും ഒന്ന് കാര്യമായിട്ട് ശ്രമിക്കും. മടുത്തു മനുഷ്യന് ഈ പെണ്ണാലോചന കണ്ടിട്ട്. നിങ്ങളൊന്ന് വിഷമിക്കാതിരിക്കേ, നമുക്ക് നോക്കാലോ. ആ ഗോപാലേട്ടൻ വരുന്നുണ്ടല്ലോ. നിങ്ങൾ എവിടെയായിരുന്നു ഗോപാലേട്ടാ? നമ്മൾ എപ്പോ വന്നിട്ടുണ്ടെന്ന് അറിയോ നിങ്ങക്ക്? ആ സത്യത്തിൽ നീ ഇന്ന് വരാന്ന് പറഞ്ഞ കാര്യം ഞാനായിട്ട് മറന്നു. പിന്നെ വീട്ടില് വെറുതെ ഇരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ആ നമ്മുടെ അടുത്ത് 2-3 കുട്ടികളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിക്ക് അത് കാണിച്ചു കൊടുത്ത് അതിലത്തെ ഒരു ഫോട്ടോ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഈ വെള്ളിയാഴ്ച ഒന്ന് പോയി നോക്കാം. വെള്ളിയാഴ്ച വേണ്ട. വെള്ളിയാഴ്ച ഇപ്പൊ നമ്മളെ ചമ്മടിക്കാല പൂരല്ലേ, നമുക്ക് ഈ പടിയാ ഞായറാഴ്ച ആയിക്കോട്ടെ. ഞായറാഴ്ച പോവാ. ആ വെള്ളിയാഴ്ച ചമ്മടിക്കാല പൂരാണല്ലേ. അപ്പൊ എന്നപ്പോ നിങ്ങളുടെ സൗകര്യം പോലെ എന്നാ ഞായറാഴ്ച പോവാ. അപ്പൊ നിങ്ങൾ എനിക്ക് ശനിയാഴ്ച ഒന്ന് വിളിക്കും. ആ ഓ വിളിക്കാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആ എന്തേ വിളിക്കാ. അല്ല എന്തെങ്കിലും ചില്ലറ കിട്ടിയാ ബസ്സിനും കാര്യങ്ങളൊക്കെ വലിയ ചെലവാണ്. ആ നിക്ക്. അയാള് പോയോ? ഇല്ല, അയാൾ എന്തേലും പൈസ കൊടുക്കാനാ പറയണത്. ഇതിപ്പോ എന്തിനാ കൊടുക്കണത്? കുട്ടി കാണിച്ചതിന് ശേഷം കൊടുത്ത പോരെ? അതിപ്പോ അങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. അവര് പൈസ ആദ്യം കിട്ടിയാലേ അവരാണ്ട് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ അവരൊരു ഉത്സവം കാണിക്കില്ല. പറഞ്ഞിട്ട് അവിടെ ഇടും. ഇതിപ്പോ കൊറേ ബ്രോക്കർമാരെ പൈസ മണിങ്ങാൻ ഒരു കാര്യമില്ല. എന്തായാലും കൊറേ പൈസ പോയില്ലേ. ഇനിയിപ്പോ ഇതാന്ന് നോക്കണ്ട, എങ്ങനെയും നടക്കുമെന്ന് നോക്കുക. അതെങ്കിലും ഒന്ന് നടത്തി തരണേ. എന്നാ അപ്പൊ ശരി, എന്നാ ഞായറാഴ്ച കാണാം.